നമ്മുടെ കൈവശം എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഹാപ്പിനെസ്, സന്തോഷം. നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ കൈവശം സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷം നിങ്ങളുടെ സ്വന്തം സന്തോഷമാണ്, അത് ആർട്ടിഫിഷ്യൽ അല്ല. അപ്പോൾ ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൈവശം കുറച്ച് ഫിനാൻസ്, പണം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. പണമില്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏത് പ്രോഡക്റ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുപോലെ സന്തോഷവും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇറിറ്റേഷനോടുകൂടി, ഒരു മൂടിക്കെട്ടിയ മുഖവുമായിട്ട് മറ്റൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അവരും നെഗറ്റീവായി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിനെസ്സോടുകൂടി, സന്തോഷത്തോടു കൂടി നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കും ആ ഫീലിങ്സ് അനുഭവപ്പെടുകയാണ്. നിങ്ങളിലുള്ള ഹീലിംഗ് പ്രോസസ്സ് അവർക്ക് കിട്ടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ മനസ്സ് സന്തോഷത്താലും സമാധാനത്താലും കൃതജ്ഞതയാലും നിറച്ചു വെക്കുക എന്നുള്ളതാണ്. മൈൻഡ് ഫുൾനെസ് ആക്കുക. അതോടൊപ്പം എന്ത് കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ യൂണിവേഴ്സിനോട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സ് എപ്പോഴും നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സന്തോഷത്താലും പോസിറ്റിവിറ്റി കൊണ്ടും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും നമ്മളുടെ മനസ്സ് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ സന്തോഷം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ളൊരു ആനന്ദമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇറിറ്റേറ്റോടുകൂടി കൊടുക്കുന്ന സന്തോഷം ഒരിക്കലും നല്ല സന്തോഷമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ബോഡിയോടും നിങ്ങളുടെ മൈൻഡിനോടും നിങ്ങൾക്ക് എപ്പോഴും ഒരു കടമയുണ്ടായിരിക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വസ്തു ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ദൈവത്തോട്, ഈ യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. എപ്പോഴും മൈൻഡ് ഫുള്ളായിരിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് നിറക്കാനും പോസിറ്റിവിറ്റി നിറക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ യാതൊരു മാർഗമില്ല, എന്നാലും സന്തോഷം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അത് നിങ്ങളുടെ ബോഡിയോടും മൈൻഡിനോടുമുള്ളൊരു കടമയാണ്, സന്തോഷം സ്വയം കണ്ടെത്തുക എന്നുള്ളത്. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്.